അല്ല പോസ്റ്റർ കൊണ്ട് സുരേഷ് നാളെ തന്നെ വരില്ലേ? 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ പ്രചരണം നിർത്തണം. അവനിപ്പോ ശിവകാശിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവില്ലേ രവി? അല്ല, ഈ സുബ്ബരനവിടെ പോയി? രാവിലെ മുതൽ ബുക്ക് സ്റ്റോളും തുറന്നിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ ചാണ്ടിയുടെ കാറിൽ കയറി പോകുന്നുണ്ടെന്ന് മാവോ പറഞ്ഞു. ചാണ്ടിയുടെ കാറിലോ? എടാ അബ്ദു, ഈ വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടാവൂ? ശരിയാ, അവരെങ്ങാനും തല്ലിക്കൊന്നിട്ട് നമ്മുടെ പേര് കെട്ടിവെക്കുമെന്തോ. നീ ആ കരുതാവ് വിളച്ചൊന്നും പറയാതെ ഒട്ടിക്ക്. നല്ല രാജവമ്പാലയുടെ വിഷം എടുത്ത് ഗ്ലാസ്സിൽ വെച്ച് അല്പ സോഡയും കൂടെ ഒഴിച്ച ഒറ്റ വലിക്കുമ്പോൾ തീർത്തുകളയും. ചാണ്ടി കുടുങ്ങിയിട്ടുണ്ട്. അതെ, നല്ല മഴ വരുന്നുണ്ട്. പ്രഭേട്ടം പൊക്കോ, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. അതെ, ഞാൻ നാളെ ഉച്ച കഴിഞ്ഞ ബുക്ക് സ്റ്റാളിലെത്തും. ജയിലിൽ പോയി മാഷ കണ്ട അനുഗ്രഹം മേടിക്കണം. അപ്പൊ നാളെ. അയ്യോ, മൈദമാവ് ഒത്തിരി മിച്ചം വന്നല്ലോ. ഓ, ഇന്ന് ഇതുകൊണ്ട് പൊറോട്ട അടിച്ച് തിന്നാൻ തന്നെ യോഗം. പ്രഭാകര, പുറകുവശമായി തുറന്നെടുക്കുകയായിരുന്നു. ഞാൻ അതിലൂടെയാണ് കണ്ടത്. അവിടെയാ. രാധേ, ആ ലൈറ്റം ഇട്ടേ സുബ്ര. ഈ വക കാര്യങ്ങൾ നടക്കുമ്പോ ഒരു തെളിച്ചം വേണ്ടേ സുബ്ര? എന്നാലും എന്റെ പ്രഭാകര, സ്വന്തം കാമുകിയെ കൂട്ടുകാരന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് നീ നടത്തുന്ന ചിന്ന വീട് നാടകം അത് നിന്റെ ആദർശത്തിന് ചേരുന്നതാണോ? അവനെ വിഷമിപ്പിക്കരുത്. എന്നോടുള്ള പ്രതികാരം എന്നോട് തീർക്കണം. അവറാച്ച, ഒന്നും അറിയാത്തൊരു കുടുംബത്തെ തകർക്കരുത്. ഓ ശരിയാ, കാണിച്ചത് പോക്കര് തരാ. വേറെ മാർഗം ഉണ്ടായിരുന്നല്ലോ പ്രഭാകര. നിന്റെ മാനേജർ ഉണ്ടല്ലോ സുബ്രൻ, അവൻ ഇതിന് കൂട്ടു നിൽക്കുമോന്ന് സംശയം ഉണ്ടായിരുന്നു. നല്ല പിടയ്ക്കുന്ന നോട്ട് കണ്ടപ്പോ അവൻ വീണു. അപ്പോ രണ്ടാളും കൂടി ഇതിനകത്ത് സങ്കടങ്ങൾ പറഞ്ഞെടുത്ത് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കാണേണ്ടതല്ലേ. വിശ്രമിക്കേ, വരട്ടെ പ്രഭാകര. ഏതായാലും പേര് ദോഷം വന്ന് രണ്ടാളും നനഞ്ഞു. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് കുളിച്ചൂടെ? പെണ്ണ് കേസ് കൊടുക്കാൻ ഇളയപ്പനെ വെല്ലാം ഒരാൾ ഇനി ജനിക്കണം. സ്വന്തം കൂട്ടുകാരനാണെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഇത്ര ആളും കൂടി ഇവിടെ തുടങ്ങിയിട്ട് കുറെ കാലമായൊന്നും സംസാരമാണ്. എന്ത് ചെയ്യാനോ? എന്താ സംഭവിച്ചത്? അധികാരം, പണം, സ്ത്രീ, ഈ 3 പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ഒരു ജനാധിപത്യം പോരാ. സോഷ്യലിസം വരണം. സമൂഹം കമ്മ്യൂണുകളാവണം.
താനൊന്ന് പോയെ. എന്താ സംഭവിച്ചത്? നിങ്ങളെ പോലുള്ള ഏഴാം കൂലികളല്ലാതെ ആരെങ്കിലും അവന് സിന്ദാബാദ് വിളിച്ച് നടക്കുമോ? പെങ്ങളെ പോലെയാണെന്ന് പറഞ്ഞൊരു പാവം പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തിട്ട് പ്രഭേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇവിടെ കൂടി നിൽക്കുന്ന ഈ ജനം മുഴുവൻ അവന്റെ അനാവശ്യം കണ്ടതാ. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഇതിലെന്തോ ചതിയുണ്ട്. പ്രഭേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. വാടാ. നിക്ക്. ഇനി ഈ വാതിൽ തുറക്കാൻ ഒരാൾക്കേ അവകാശമുള്ളൂ. ഉടമസ്ഥൻ സുരേഷിന്. ശിവകാശിയിൽ നിന്നും സ്ഥാനാർത്ഥി PK പ്രഭാകരന്റെ വർണ്ണ ചിത്രവുമായി അവൻ ഇപ്പോഴിങ്ങെത്തും. എന്നിട്ട് തുറക്കാം. എന്റെ പൊന്നു ചാണ്ടി, വെറുതെ അവനെ കൂടെ അറിയിച്ചിട്ട് നീ പിന്നെ അറിയിക്കാണ്ട് പറ്റുമോ? വഴിയിലൂടെ നടന്നു പോകുമ്പോ ആൾക്കാർ അവനെ നോക്കി കളിയാക്കില്ലേ? നീ അടക്കം ഉള്ളിച്ചിരിക്കും. ആദർശവാൻ പ്രഭാകരന്റെ തനി സ്വരൂപം അവനും കൂടി അറിയട്ടടാ. ആളെത്തിയല്ലോ. എന്താടാ, എന്താ പറ്റി? എടാ, ഞാൻ പറയാം സുരേഷേ. നീ ഇല്ലാത്ത സമയത്ത് നിന്റെ ഭാര്യ ഒളിസേവ തുടങ്ങി. നാട്ടുകാരത് കയ്യോടെ പിടിച്ചിരിക്കുക. അനാവശ്യം പറഞ്ഞല്ലോ. എന്റെ അല്ല, അവന്റെ കുത്തിരി ഏർപ്പിടിക്കുക. സ്വന്തം കാമുകയെ നിനക്ക് കെട്ടിച്ചെന്ന പന്ന പ്രഭാകരന്റെ താക്കോല് പോയി തുറന്നു നോക്ക്. ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളല്ല, അവന്റെ ആത്മമിത്ര സുബ്രനാ. നിൽക്കുന്നു. സത്യമാണെന്ന് ചോദിക്ക. സുരേഷേ, നീ ഇതൊന്നും വിശ്വസിക്കരുത്. ചതിയാണടാ. നിനക്കെന്നെ അറിഞ്ഞൂടെ? രാധ അവള് വെറും പാവടാ. എന്നാലും എന്റെ സരസ്വതിയമ്മേ, ഇത്രയും വലിയ ദുഷ്ടലാക്കോടെയാണ് നിങ്ങളുടെ മോൻ അവളെ ആ ചെറുക്കനെ കെട്ടിച്ചോട്ടെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? രാധ അത്രയ്ക്ക് ഇഷ്ടായിരുന്നെങ്കിൽ പ്രഭാകരൻ എന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അല്ലേ? അപ്പൊ ആ ബോംബെക്കാരി പെണ്ണിനെ കെട്ടാൻ നടക്കണമെന്ന് പറഞ്ഞതോ? ഇത്രയും കാലം നാട്ടുകാർക്ക് മുഴുവനും മാതൃകയാണെന്ന് പറഞ്ഞ് നടന്നിരുന്നവനാ. ഓ ദേ വരണ. നമ്മള് പോവാണേ. പാടി നടക്കടി. നിൽക്ക്. ഒരമ്മയും മകനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കാത്തതാ എന്റെ മോൻ കേൾപ്പിച്ചത്. എന്റെ മോൻ ഒരാളെയും വഞ്ചിക്കില്ലെന്ന് ഞാൻ അഭിമാനിച്ചിരുന്നു. നാടിനും നാട്ടാർക്കും വേണ്ടി രാപകൽ ഓടി നടന്നിരുന്ന നിന്റെ ഉള്ളിൽ ഇത്രയും വിഷമുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല പ്രഭാകര. എനിക്ക് നിന്നെ കാണണ്ട.